ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി A-Star ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെ റേസ് ആയിട്ട് നിൽക്കുകയാണ്. RPM, അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് റേസ് ആയിട്ട് RPM ഒന്ന് കയറിയിട്ട് ഒരു 3-4 സെക്കൻഡിൽ മാക്സിമം പോയി ഒരു 5 സെക്കൻഡിൽ RPM താഴെ വരേണ്ടതാണ്. പക്ഷേ ഇതിന്റെ RPM അങ്ങോട്ട് താഴെ വരുന്നില്ല. അത് തന്നെയല്ല, നമ്മൾ AC ഇടുമ്പോൾ ഭയങ്കര എഞ്ചിന് ഫ്ലക്ച്വേഷന് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ കംപ്ലൈന്റ്, കസ്റ്റമർ കംപ്ലൈന്റും അത് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. റേസ് ആയിട്ട് നിൽക്കുന്നത് ഏകദേശം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1400-1600 RPM ഇങ്ങനെ വണ്ടി നിൽക്കുന്നുണ്ട്. നല്ല റേസ് ആയിട്ട് നിൽക്കുന്നു. പക്ഷേ AC ഇടുമ്പോൾ ഒരു ഏകദേശം ഒരു 1000 RPM വരുന്നുണ്ട്. പക്ഷേ ഫ്ലക്ച്വേഷൻ നല്ല രീതിയിൽ ഉണ്ട്. എഞ്ചിൻ ഇങ്ങനെ കയറി ഇറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നത്. എഞ്ചിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം, നല്ല രീതിയിൽ റേസ് ആയിട്ടാണ് എഞ്ചിൻ നിൽക്കുന്നത്. ഇപ്പൊ ഒരു AC ഇടുമ്പോ നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷനും വണ്ടിക്ക് ഉണ്ട്. വണ്ടി ഇങ്ങനെ വിട്ട് 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 നിൽക്കുന്ന ഒരു ഫീലാണ് AC ഇടുമ്പോൾ കിട്ടുന്നത്. AC ഓഫ് ചെയ്തേ. AC ഓഫ് ചെയ്യുമ്പോൾ എഞ്ചിൻ നല്ല രീതിയിൽ റേസ് ആയിട്ടാണ് നിൽക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല രീതിയിൽ എഞ്ചിൻ റേസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ത്രോട്ടിൽ ബോഡിയിൽ IAC വാൽവിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അതായത് IAC വാൽവ് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാതിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെൻസറിന് കംപ്ലൈന്റ് വന്നാലോ ഇത് ഇങ്ങനെ റേസ് ആയിട്ട് നിൽക്കും, കറക്റ്റ് ആയിട്ട് RPM വർക്ക് ആവില്ല. അപ്പോൾ നമുക്ക് ഈ IAC വാൽവിന്റെ സോക്കറ്റ് നമുക്ക് IAC വാൽവിന്റെ സോക്കറ്റ് അഴിച്ച് വിടുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻ എഞ്ചിന് കിട്ടുന്നുണ്ടോ നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ സോക്കറ്റ് അഴിച്ച്, ഇതാണ് ഇതിന്റെ സോക്കറ്റ്. ഇപ്പോ ഈ ഭാഗം നമ്മളിപ്പോ സോക്കറ്റ് അഴിച്ചു വിട്ടിട്ടുണ്ട്. ഒരു ഫീലും കിട്ടുന്നില്ല. നമ്മൾ സോക്കറ്റ് കൊടുക്കുമ്പോഴും ഒരു ഫീലും കിട്ടുന്നില്ല. നമ്മളിപ്പോ അഴിച്ചു വിടുമ്പോ എഞ്ചിന് ഒരു ഫീലും കിട്ടുന്നില്ല. AC എന്നിട്ട് AC ഇടുമ്പോ വണ്ടി ഇങ്ങനെ ജെർക്കായിട്ട് AC ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വണ്ടി ഏങ്ങി നിൽക്കുന്നത്. ഇപ്പൊ നോക്കിയാലേ മനസ്സിലാവും. വണ്ടി ഇങ്ങനെ ഫ്ലക്ച്വേഷൻ, നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ എഞ്ചിന്. AC ഓഫ് ചെയ്തോ. AC ഓഫ് ചെയ്ത് നമ്മൾ ഈ സോക്കറ്റ് കൊടുത്താലും എഞ്ചിൻ അതേ RPM തന്നെയാണ്. നമ്മൾ ഈ സോക്കറ്റ് വിടിയിച്ചാലും അതേ RPM തന്നെയാണ് നിൽക്കുന്നത്. ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ ത്രോട്ടിൽ ബോഡി അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ത്രോട്ടിൽ ബോഡി അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് നമുക്ക് ത്രോട്ടിൽ ബോഡി അഴിച്ചെടുക്കാം. അഴിച്ചെടുത്തിട്ട് അതിന്റെ IACയുടെ അവസ്ഥ എങ്ങനെയുണ്ടോ നോക്കാം. IACയുടെ വാൽവ് ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിനെ സംബന്ധിച്ചോളം ത്രോട്ടിൽ ബോഡി അടിക്കുമ്പോൾ ഇതിന് കൂളന്റിന്റെ ഒരു പാസേജ് വരുന്നുണ്ട്. അപ്പോൾ ഇത് മെയിൻ റിട്ടേൺ ലൈനാണ് കൂളന്റിന്റെ, അതായത് ത്രോട്ടിൽ ബോഡിയിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂളന്റിന്റെ ഒരു പാസേജ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ഇതിന് അഴിച്ചു വിടണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അഴിച്ചു വിട്ടിട്ട് നമുക്ക് ത്രോട്ടിൽ ബോഡി വെളിയിലെടുക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ത്രോട്ടിൽ ബോഡി അഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ബാക്കി 3 ബോൾട്ടുകൾ നമ്മൾക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ ബോൾട്ട് അകത്ത് കിടന്ന് അഴിച്ച് കാണിച്ചു. ഈ ബോൾട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഈ ത്രോട്ടിൽ ബോഡിയിലെ ഇതിനുള്ളിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. കാരണം ഇതിനകത്ത് കിടന്ന് കറങ്ങാണ്. മീൻസ് അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് അഴിഞ്ഞു വരുന്നില്ല. ഇതിനകത്ത് പ്ലാസ്റ്റിക്കിന് അകത്ത് വരുന്ന ആ ബോൾട്ട് ഇതിനകത്ത് കിടന്ന് കറങ്ങണം. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻടേക്ക് അഴിച്ചെടുക്കണം. പിന്നെ ത്രോട്ടിൽ ബോഡി ചിലപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡ് തന്നെ നമുക്ക് മാറേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ പൊട്ടലുണ്ടെങ്കിൽ ഇത് നമ്മൾ അഴിച്ചെടുക്കാൻ നോക്കുമ്പോൾ ഇവിടെ പൊട്ടിച്ചിട്ട് വേണം അഴിച്ചെടുക്കാനായിട്ട്. കാരണം ഇതിനകത്ത് കിടന്ന് സ്ലീവ് കിടന്ന് കറങ്ങാണ്. ബാക്കിയുള്ള ബോൾട്ടുകളൊക്കെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബോൾട്ട് അടിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ത്രോട്ടിൽ ബോഡി അങ്ങനെ വെക്കുകയാണ്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡൊക്കെ പുതിയ അസംബ്ലി മാറേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ വലിയൊരു എക്സ്പെൻസിലേക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ IAC അഴിച്ചെടുക്കാനായിട്ട് പോവാണ്. നമ്മളിപ്പോൾ 2 സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ IAC വാൽവ് നമ്മൾ എപ്പോഴും അഴിക്കുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം അഴിച്ചെടുക്കാനായിട്ട്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് RPM നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇത് ആ ഒരു മെത്തേഡിൽ വന്നേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കിത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു സ്കാനർ ഉപയോഗിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ആ എഞ്ചിന്റെ ഒരു RPM വെച്ചിട്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇത് നോക്കി, അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഊരിയെടുക്കുകയാണ്. ഇതാണ് ഇതിന്റെ IAC മോട്ടർ വരുന്ന ആക്ച്വേറ്റർ വരുന്നത്.
ഇപ്പൊ നമ്മൾ ഊരിയെടുത്തു. ഇതാണ് ഇതിന്റെ ISC വാൽവ് വരുന്നത്. അത് ഇത് കറങ്ങുമ്പോഴാണ് ഇതിനകത്ത് നിന്ന് കറക്റ്റായിട്ട് ISC കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്. എയറിനെ കറക്റ്റ് സർക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ കറക്കുന്ന സമയത്ത് ഒരു ഫീലും ഇല്ല. അതായത് നല്ല രീതിയിൽ ഹാർഡായിട്ട് നിൽക്കുന്നത്. കൈകൊണ്ട് കറക്കാനേ സാധിക്കുന്നില്ല ഈ ISC വാൽവ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ കറങ്ങിയാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുകയുള്ളൂ. AC ഇടുമ്പോഴും അതുപോലെ തന്നെ ഐഡിലും മെയിൻ ആയിട്ട് വേണ്ട ഒരു വാൽവാണ് ഈ ISC വാൽവ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് വരുന്ന എയറിനെ ബൈപ്പാസ് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, മീൻസ് ഇത് സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് AC ഇടുമ്പോൾ ഫ്ലക്ച്വേഷൻ, അതുപോലെ തന്നെ വണ്ടി റേസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ത്രോട്ടിൽ ബോഡി അയക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻടേക്ക് മാനിഫോൾഡ് മൊത്തം അഴിച്ചെടുക്കണം. അഴിച്ചെടുത്താൽ തന്നെ ഇത് നമുക്ക് പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡിന് ക്രാക്ക് കൂടുതൽ അകത്തോട്ട് വീണ് കഴിഞ്ഞാൽ എയർ അവിടെ നിന്ന് ലീക്ക് ആവും. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡ് നമുക്ക് മാറേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇത് റെഡിയാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അഴിച്ചെടുക്കേണ്ടത് ഈ ഒരു യൂണിറ്റ് ആണ് അയച്ചിട്ടുണ്ട്. ISCയുടെ വാൽവ് യൂണിറ്റ് അയച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇത് അഴിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഇവിടെ ഒരു കാരണം നിർത്തിക്കൊണ്ട് അഴിച്ചെടുക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. ഇവിടെ ഒരു സ്ക്രൂ, ഇവിടെ ഒരു സ്ക്രൂ, അതേപോലെ തന്നെ താഴെ ഇതിന് 4 സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 4 സ്ക്രൂ അഴിച്ചെടുത്തിട്ട് ഇതിന്റെ ISC മോട്ടർ മാത്രം വെളിയിലെടുക്കാം. നമ്മളിപ്പോൾ ഈ സ്ക്രൂ ലൂസ് ചെയ്യാൻ നോക്കിയിട്ട് ഇത് നടക്കുന്നില്ല. കാരണം ഫുള്ളായിട്ട് തുരുമ്പായിട്ട് അകത്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അടിയിലെ സ്ക്രൂ നമുക്ക് തീരെ അഴിക്കാനായിട്ട് സാധിക്കുന്നില്ല. സ്ക്രൂ ഡ്രൈവർ കറക്റ്റ് ഇട്ടിട്ട് സ്ലിപ്പായി പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ അഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ നേരത്തെ അഴിയാത്ത ബോൾട്ട് ഈ ബോൾട്ടാണ് അഴിയാത്തത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻടേക്ക് മാനിഫോൾഡ് ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ചെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ത്രോട്ടിൽ ബോഡി അഴിയുന്നില്ല. ത്രോട്ടിൽ ബോഡി അഴിയാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ചെടുത്തത്. അപ്പോൾ നിർത്തി നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ISC നമുക്ക് ഇത് ഓൾറെഡി സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ISCയുടെ വാൽവ് അഴിക്കാൻ നോക്കിയപ്പോൾ ISCയുടെ വാൽവ് അഴിക്കാനും സ്ക്രൂ അഴിയുന്നില്ല. അതിനാണ് ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ചെടുത്തത്. പക്ഷേ ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ചെടുത്തിട്ടും നമുക്ക് ഇതിന്റെ സ്ക്രൂ അഴിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ തട്ടി നോക്കിയിട്ട് പോലും അഴിയുന്നില്ല. അതായത് ഒരു സ്ക്രൂ മാത്രം കറക്റ്റായിട്ട് അഴിഞ്ഞു വന്നിട്ടുണ്ട്. ബാക്കിയുള്ള സ്ക്രൂ ഒന്നും കറക്റ്റായിട്ട് അഴിയുന്നില്ല. മീൻസ് ഇനി നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബോൾട്ട് ഒടിഞ്ഞു പോകും. ത്രോട്ടിൽ ബോഡി നമുക്ക് അസംബ്ലി മാറേണ്ടി വരും. അപ്പോൾ അത് കസ്റ്റമർക്ക് വലിയൊരു എക്സ്പെൻസ് ആവും. അപ്പോൾ കസ്റ്റമർ നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതല്ലാണ്ട് തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ബോൾട്ട് കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ ഇതിനകത്താണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. അപ്പോൾ ഈ സ്ലീവ് അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അകത്തിട്ട് നമുക്ക് ഇതിന് അഴിച്ചെടുത്ത ബോൾട്ടിന്റെ സ്ലീവ് അകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് അകത്ത് കിടന്ന് സ്ലീവ് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടം പൊട്ടിച്ചിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻടേക്ക് മാനിഫോൾഡ് നമുക്ക് ഫുള്ളായിട്ട് മാറിയാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ISC അഴിക്കാൻ നോക്കിയപ്പോഴും അതും നടക്കുന്നില്ല. കാരണം ഇതിന്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചഴിക്കാൻ നോക്കി, ഹാമർ ചെയ്ത് അടിച്ചാൽ നോക്കി, ഇത് വെച്ച് അഴിക്കാൻ നോക്കി, എന്നിട്ടൊന്നും ഇത് അഴിയുന്നില്ല. മീൻസ് ഇതിനകത്ത് തുരുമ്പ് പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പിടിച്ച്, ഇതാണ് ISCയുടെ ബൈപ്പാസ് വാൽവ് വരുന്നത്. ഇതിനുള്ളിലാണ് ഇതിന്റെ ISCയുടെ എയർ ഇതുവഴിയാണ് കയറിയിട്ട് ഈ ഭാഗത്ത് കൂടെ കയറിയിട്ട് നേരെ ഇൻടേക്കിനകത്തോട്ട് പോകുന്നത്. ISC അതായത് ഈ ബട്ടർഫ്ലൈ വാൽവ് വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന ബൈപ്പാസ് വഴിയാണ് ഇതിന്റെ എയർ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആ വാൽവ് ഫ്രീ ആക്കി എടുക്കാനായിട്ട് ഇതിനുള്ളിൽ കൂടെ WD-40 അടിച്ചിട്ട് ആദ്യം നമുക്ക് കുറച്ച് പെട്രോൾ ഒഴിക്കണം. പെട്രോൾ കുറച്ച് ഒഴിച്ചിട്ട് WD-40 ഇതിനകത്തൂടെ കുറച്ച് പെട്രോൾ നമുക്ക് ഒഴിക്കണം. ഇതുപോലെ പെട്രോൾ ഒഴിച്ചിട്ട് ഇനി അത് കറക്കി ഫ്രീ ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി WD-40 ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീ ആക്കി എടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ അത് ഫ്രീ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ISC വാൽവ് ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ത്രോട്ടിൽ ബോഡിയിൽ വരുന്ന ISCയുടെ ബൈപ്പാസ് ഹോളിൽ കൂടെ നമ്മൾ പെട്രോൾ അതുപോലെ തന്നെ WD-40 അഴിച്ചിട്ട് കുറേ നേരം ബലത്തെ പിടിച്ച് കറക്കി ലാസ്റ്റ് എയർ ഒഴിച്ച് നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ട് കുറേ കാർബൺ നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ അതിന്റെ ആ കാർബണിന്റെ വീണ്ട പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിന്റെ താഴെയൊക്കെ കാർബണും കാര്യങ്ങളും കിടക്കുന്നത് ഇതിനകത്ത് നിന്ന് വന്ന ആ ഒരു പൊടിയും കാര്യങ്ങളുമാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചോളം ശരിക്കും പറഞ്ഞാൽ ഇൻടേക്ക് മാനിഫോൾഡ് മാറണം, ത്രോട്ടിൽ ബോഡി. കാരണം ഇൻടേക്ക് മാനിഫോൾഡ് നമ്മൾ അഴിക്കാൻ കാരണം ത്രോട്ടിൽ ബോഡി അഴിക്കാനായിട്ട് ഒരു ബോൾട്ട് ഇതിനകത്ത് കിടന്ന അതിന്റെ സ്ലീവ് കറങ്ങാണ്. അത് നമുക്ക് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ത്രോട്ടിൽ ബോഡിയിൽ പൊട്ടൽ വീഴാം. അതുപോലെ തന്നെ ഇൻടേക്ക് മാനിഫോൾഡിൽ പൊട്ടൽ വീണാൽ ഇൻടേക്ക് മാനിഫോൾഡ് മാറേണ്ടതായിട്ട് വരും, ത്രോട്ടിൽ ബോഡി മാറേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്തിട്ട് ISC ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും സ്ക്രൂ ഊരി വരുന്നില്ല. ഒരു സ്ക്രൂ മാത്രം ഊരി വരുന്നുണ്ട്. ബാക്കിയുള്ള സ്ക്രൂ നമ്മൾ എത്ര അടിച്ചിട്ടും WD അഴിച്ചിട്ടും ഒക്കെ ഊരി വരുന്നില്ല. ഇനി ചൂടാക്കി നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഓറിയും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവും. അഥവാ അഴിഞ്ഞു വന്നില്ലെന്നുണ്ടെങ്കിൽ
നമുക്ക് ഫുള്ള് അസംബ്ലി മാറേണ്ടി വരും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രീ ആയിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ മാറുമ്പോൾ നല്ലൊരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് വണ്ടിയുടെ AC ഇടുമ്പോൾ ഉള്ള ഫ്ലക്ച്വേഷനും അതുപോലെ തന്നെ എഞ്ചിന്റെ റേസ് ആവുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പഴയ പൊസിഷനിൽ നമ്മൾ ത്രോട്ടിൽ ബോഡി മീൻസ് ഇതിന്റെ IAC വാൽവ് മാത്രമാണ് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊന്നും സ്ക്രൂ അഴിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുകയാണ്. കാരണം ഇനി അത് അഴിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ത്രോട്ടിൽ ബോഡി ഇൻടേക്ക് മാനിഫോൾഡ് ഒക്കെ മാറേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ IACയുടെ വാൽവ് ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ IACന്റെ ആക്ച്വേറ്റർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേ പഴയ മാർക്കിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? നമ്മളിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ നേരെ റേസ് ആയിട്ട് നേരെ താഴെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 800-850 ആ ഒരു RPM ഇപ്പോ എഞ്ചിൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഓവർ റേസിങ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് AC ഇടുമ്പോ ഫ്ലക്ച്വേഷൻ ഉണ്ടോ നോക്കാം. AC ഒന്ന് ഇടുവോ? AC ഇട്ടിട്ടുണ്ട്. കംപ്രസർ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. AC ഓഫ് ചെയ്ത് ഒന്നുകൂടിട്ടെ. AC ഓഫ് ആണ്. ഒന്നുകൂടിട്ടെ. ഇപ്പോ AC ഓൺ ആണ്. ഇപ്പോ എഞ്ചിന് വേറെ ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ RPM നേരെ കയറിയിട്ട്, നേരത്തെ എന്ന് പറഞ്ഞാൽ RPM എന്ന് പറഞ്ഞാൽ കയറും ഇറങ്ങും ആ ഒരു രീതിയിൽ നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ എഞ്ചിന് ഉണ്ടായിരുന്നു AC ഇടുമ്പോൾ. AC ഒന്നുകൂടി ഓഫ് ചെയ്തേ. വണ്ടി ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തേ. നേരത്തെ നല്ല രീതിയിൽ എഞ്ചിൻ റേസ് ആയിക്കൊണ്ട് ഇരുന്നതാണ്. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ RPM വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ നേരെ കയറിയിട്ട് ഒരു 3 സെക്കൻഡിൽ നേരെ താഴോട്ട് RPM ഡൗൺ ആയിട്ട് ഏകദേശം ഒരു 850-900 RPM ഇപ്പോൾ വന്നു. ഇപ്പൊ കറക്റ്റ് RPM വന്ന് ഇപ്പോൾ വന്നു. ഓക്കെ, AC ഒന്നും ഇട്ടിട്ടെ. നമ്മളിപ്പോ AC ഇടുന്നുണ്ട്. AC ഇടുമ്പോ വേറെ ഫ്ലക്ച്വേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ ഓഫ് ചെയ്തോ. അപ്പോ നമ്മള് മാരുതി സുസുക്കി A-സ്റ്റാർ ആയിരുന്നു വണ്ടിയുടെ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റേസ് ആയിട്ട് നിൽക്കും, നല്ല രീതിയിലുള്ള റേസ് ആയിട്ട് നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കസ്റ്റമർ നോട്ട് ചെയ്തിട്ടില്ല. കസ്റ്റമർ പറഞ്ഞത് AC ഇടുമ്പോൾ വണ്ടി ഓഫ് ആയി പോകുന്നു, അല്ലെങ്കിൽ AC ഇടുമ്പോൾ വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. പക്ഷെ നമ്മളിവിടെ വന്ന് നോക്കുന്ന സമയത്ത്, വണ്ടി വരുന്ന സമയത്ത് വിത്തൗട്ട് AC-യിൽ നല്ല രീതിയിൽ എഞ്ചിൻ റേസ് ആയിട്ട് നിൽക്കുക. ഏകദേശം ഒരു 1600 RPM ഇങ്ങനെ എഞ്ചിൻ റേസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ത്രോട്ടിൽ ബോഡി അഴിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ത്രോട്ടിൽ ബോഡി അഴിക്കാനായിട്ട് ഒരു ബോൾട്ട് അഴിയുന്നില്ല. അതിന്റെ ഇൻടേക്ക് മാനിഫോൾഡിൽ വരുന്ന ആ ഒരു സ്ലീവ് കിടന്ന് കറങ്ങാണ്. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ത്രോട്ടിൽ ബോഡി അസംബ്ലി നമുക്ക് മാറേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് നിർത്തി അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ IACയുടെ ആക്ച്വേറ്റർ നമ്മൾ സെൻസർ അഴിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ IACയുടെ മോട്ടർ നോക്കുന്ന സമയത്ത് ഫുള്ള് സ്റ്റക്കായിട്ട് കൈകൊണ്ട് തിരിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ നിർത്തിയിട്ട് ത്രോട്ടിൽ ബോഡി അങ്ങനെ നിർത്തി വണ്ടിയിൽ വെച്ചിട്ട് IACയുടെ മോട്ടർ അഴിക്കാൻ വേണ്ടി, അതായത് IAC വാൽവ് അഴിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് IACയുടെ വാൽവിന്റെ സ്ക്രൂ നമുക്ക് അഴിക്കാനായിട്ട് കിട്ടുന്നില്ല. അതും ഫുള്ള് സ്റ്റക്കായിട്ട് തുരുമ്പ് പിടിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു സ്ക്രൂ അഴിക്കാൻ വരാതെ വന്നപ്പോൾ നമ്മൾ ഇൻടേക്ക് മാനിഫോൾഡ് എടുത്തു. ഇൻടേക്ക് മാനിഫോൾഡ് അഴിച്ചെടുത്തിട്ട് നമ്മൾ IACയുടെ മോട്ടർ നമ്മൾ അയച്ചെടുക്കാൻ വേണ്ടി നോക്കിയാണ്. പക്ഷേ ഇൻടേക്ക് മാനിഫോൾഡ് അയച്ചിട്ടും നമുക്ക് ആ സ്ക്രൂ ഫുള്ളായിട്ട് അയച്ചെടുക്കാൻ പറ്റില്ല. ഒരു സ്ക്രൂ മാത്രം ലൂസായി, ബാക്കിയുള്ള സ്ക്രൂ ഒന്നും ലൂസ് ആവുന്നില്ല. ഫുള്ള് ടൈറ്റ് ആയിട്ട്, അതായത് തുരുമ്പ് പിടിച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ അതും അഴിച്ചെടുക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ പിന്നീട് അതിന് ഉള്ളിൽ കൂടെ, അതായത് ത്രോട്ടിൽ ബോഡിയുടെ ഉള്ളിൽ കൂടെ ബൈപ്പാസ്, അതായത് IACയുടെ ബൈപ്പാസ് വരുന്ന ഹോളിൽ കൂടെ നമ്മൾ പെട്രോൾ ഒഴിച്ചു. അതുപോലെ തന്നെ WD-40 ഒഴിച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത്, അതായത് പ്രഷർ കൊടുത്തിട്ട് കറക്കിയിട്ട് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് കുറേ നേരം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ കാർബണും കാര്യങ്ങളൊക്കെ പോയി. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് നല്ല രീതിയിൽ ഫ്രീ ആവുന്നത്. അപ്പോൾ ഈ IAC വാൽവ് ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന വണ്ടികളിൽ രണ്ട് രീതിയിലുള്ള സിംറ്റംസ് കാണിക്കും. ഒന്ന്, എഞ്ചിൻ റേസ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ AC ഇടുമ്പോൾ ഫ്ലക്ച്വേഷൻ വരും. രണ്ടാമത്തെ കേസ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫ് ആയി പോകുന്ന ഒരു കണ്ടീഷൻ, അതായത് നല്ല രീതിയിൽ ഐഡിയൽ വൈബ്രേഷൻ വന്നിട്ട് എഞ്ചിൻ ഓഫ് ആയി പോകുന്ന ഒരു കണ്ടീഷൻ വരും. അപ്പൊ IACയുടെ വാൽവ് കറക്റ്റ് ആയിട്ട് ഓപ്പൺ ആവാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.